ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നോക്കാം. 9ാം ക്ലാസ്സിലെ അധ്യായം 5 ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ. എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ? സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളികളെ ഇപ്രകാരമാണ് നിർവചിച്ചിരിക്കുന്നത്. പരമ്പരാഗത തൊഴിലുടമകൾ ബന്ധങ്ങൾക്ക് പുറമെ ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇവരുടെ സവിശേഷതകൾ? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകൾ ഏർപ്പെടാൻ സാധിക്കുന്നു. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും ലഭിക്കുന്നു. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഈ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്ന് സമ്പദ്ഘടനയുടെ ഒരു പ്രധാന വിഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരെല്ലാമാണ് ഈ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് നോക്കാം. ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, അതുപോലെ തന്നെ ഡ്രൈവർമാർ തുടങ്ങിയവർ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ അറിവുകളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അറിവിടത്തിലാണ്. അപ്പം അറിവിടത്തിൽ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ടെക്സ്റ്റൈൽ, ലേണിംഗ് റൂം, ക്വസ്റ്റ്യൻ ബാങ്ക് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അറിവിടം പാർട്ട് 1, 2, ദെൻ പാർട്ട് 2, 1, 2 എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുമാത്രമല്ല അറിവിടം പാർട്ട് 2 സയൻസ് ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട.